ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കണേ. 1 കപ്പ് പച്ചരി എടുത്ത് 4 മണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ്. അരിയുടെ കൂടെ 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മഷി പോലെ അരക്കണം കേട്ടോ. അരച്ചെടുത്ത മാവ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. മാവിലേക്ക് 2-3 സാധനങ്ങൾ ചതച്ച് ചേർക്കണം. കുറച്ച് നാളികേരക്കൊത്ത് എടുത്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില, 3 ചുവന്ന മുളക്, 10 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. വെള്ളം ചേർക്കാണ്ട് ചതച്ചെടുത്തുണ്ട്. ചതച്ചെടുത്ത സാധനങ്ങൾ മാവിൽ ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അത്രയ്ക്ക് ലൂസായിട്ട് വേണം കേട്ടോ മാവ്. ദോശമാവിടെ അത്ര പോലും തിക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നീർദോശയുടെ അത്ര ലൂസാവും വേണ്ട. രണ്ടിൻ്റെ ഇടയിലായിട്ട് എടുത്തോളൂ. നമുക്ക് സൈഡ് ഡിഷ് ഉണ്ടാക്കിയതിന് ശേഷം ദോശ റെഡിയാക്കാം. 5-6 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. പകുതി സവാള, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം പുളി. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ചമ്മന്തി ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എണ്ണ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനത്തെ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സിമ്പിൾ സൈഡ് ഡിഷും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും ഈ ചമ്മന്തിക്കൊക്കെ എത്ര ടേസ്റ്റാണ്. ഇത് മാറ്റി വെക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അപ്പച്ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. അപ്പത്തിന് ചുറ്റിക്കണ പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരെണ്ണ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാ അപ്പവും നമ്മൾ റെഡിയാക്കി എടുത്തു. ഒരു വെറൈറ്റി അപ്പമാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ ഇല്ലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.